നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Here is a poem in which we see a boy making paper boats to float down the stream. Read and enjoy the poem. പേപ്പർ ബോട്ട് എന്നുള്ളൊരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ബോട്ട് എന്നുള്ള പോയത്തിൽ ഇവിടെ ഒരു ആൺകുട്ടി എന്താ ചെയ്യുന്നത്? മേക്കിംഗ് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കുകയാണ്. സ്ട്രീമിൽ ഇങ്ങനെ ഒഴുക്കാനായിട്ട് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കുകയാണ്. നമുക്ക് ആ പോം ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് എൻജോയ് ചെയ്യാം. ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിങ് സ്ട്രീം. ഓരോ ദിവസവും ഞാൻ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഒഴുക്കാറുണ്ട്. ഓരോന്നായിട്ട് സ്ട്രീമിൽ, അതായത് ഇങ്ങനെ ഒഴുകുന്ന സ്ട്രീമിൽ ഞാനിങ്ങനെ ഒഴുക്കാറുണ്ട്. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം ആൻഡ് ദി നെയിം ഓഫ് ദ വില്ലേജ് വെയർ ഐ ലിവ്. ബ്ലാക്ക് ലെറ്റേഴ്സിൽ എന്താണ് ഈ ബോയ് ചെയ്യുന്നത്? ഐ റൈറ്റ് മൈ നെയിം ഓൺ ദം, അല്ലേ? ഞാൻ എൻ്റെ പേര് എഴുതാറുണ്ട്. പിന്നെന്താ ചെയ്യാറുള്ളത്? നെയിം ഓഫ് ദ വില്ലേജിന്റെ പേരും എഴുതാറുണ്ട്. ഞാൻ ജീവിക്കുന്ന വില്ലേജിന്റെ പേരും എഴുതാറുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് someone in some strange land will find them and know who I am. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ പേര് എഴുതുന്നത്? ഏതെങ്കിലും അറിയാത്ത നാടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ കുട്ടി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേരും അതുപോലെ തന്നെ വില്ലേജും എഴുതിയിടുന്നത്. ഓക്കെ, മനസ്സിലായോ? I load my little boats with surely flower from our garden and hope that these blooms of the dawn will be carried safely to land in the night. അപ്പൊ എന്താ, ഈ കുട്ടി വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. ഷൂലി ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ, അവരുടെ ഗാർഡനിലുള്ള ഫ്ലവർ അതിൽ നിറച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വിഷ് ചെയ്യുക. ഓക്കെ, ദീസ് ബ്ലൂംസ് ഓഫ് ദ ഡോൺ വിൽ ബി ക്യാരിഡ് സേഫ്ലി ടു ലാൻഡ് ഇൻ ദ നൈറ്റ്. രാത്രി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കാറുണ്ട്. I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. പേപ്പർ ബോട്ട്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടി എന്താ ചെയ്യുക? Yes, he look up into the sky. സ്കൈയിലേക്ക് ഇങ്ങനെ നോക്കും. See the little clouds setting the white bulging sail. അതിന് ശേഷം എന്താണ് ചെയ്യുക? എന്താ കാണുക? Yes, he see the little clouds, small cloudsനെ കാണും. Setting the white bulging sails. ആ ഒരു വൈറ്റ് ബൾജിങ് ആയിട്ടുള്ള ആ ക്ലൗഡ്സിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി കാണും എന്നാണ് ഈ കുട്ടി പറയുന്നത്. I know not what playmate of mine in the sky sends them down the air to race with my boats. എനിക്കറിയില്ല എൻ്റെ പ്ലേമേറ്റ്, സ്കൈയിലുള്ള എൻ്റെ പ്ലേമേറ്റ് സെൻസ് ദം ഡൗൺ ദ എയർ ടു റേസ് വിത്ത് മൈ ബോട്ട്സ്. അതായത് ആ ക്ലൗഡ്സിനെ എങ്ങോട്ട് എത്തിക്കും അല്ലെങ്കിൽ പറഞ്ഞയക്കും എന്ന് എനിക്ക് അറിയില്ല. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight stars. രാത്രിയായാൽ I bury my face in my arms. എൻ്റെ മുഖം ഞാൻ എൻ്റെ കൈ കൊണ്ട് മറയ്ക്കും. ഓക്കെ, ഡ്രീം ദാറ്റ് എന്നിട്ട് സ്വപ്നം കാണും. മൈ പേപ്പർ ബോട്ട്സ് ഫ്ലോട്ട് ഓൺ ആൻഡ് ഓൺ അണ്ടർ ദ മിഡ് നൈറ്റ് സ്റ്റാർസ്. എൻ്റെ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്, മിഡ് നൈറ്റ് സ്റ്റാർസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്, മിഡ് നൈറ്റ് സ്റ്റാർസിൻ്റെ ഒപ്പം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട് എന്ന് കുട്ടി പറയുന്നു. ദി ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദം. ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദം. ആ ഒരു സ്ലീപ്പിന്റെ ഫെയറീസ് ഒക്കെ അവരുടെ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ആൻഡ് ലൈഡിങ് ഇൻ ഈസ് എ ബാസ്കറ്റ് ഫുൾ ഓഫ് ഡ്രീംസ്. അവരുടെ ബാസ്ക്കറ്റിൽ നിറയ്ക്കുകയാണ് എന്ത്? ഫുൾ ഓഫ് ഡ്രീംസ്. അവരുടെ ബാസ്ക്കറ്റിൽ മുഴുവൻ, ആ ഒരു ബാസ്ക്കറ്റ് മുഴുവൻ എന്താണ്? ഫുൾ ഓഫ് ഡ്രീംസ് ആണ്, ഫുൾ ഓഫ് സ്വപ്നങ്ങളാണ്, അല്ലേ? അപ്പോൾ ഇതാണ്
അപ്പൊ നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഫ്ലോട്ട്സ് ദി പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം? ആരാണ് ഈ പേപ്പർ ബോട്ട്സ് സ്ട്രീമിൽ ഇങ്ങനെ ഒഴുക്കുന്നത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യെസ്, ദ ബോയ് അല്ലേ? ദ ബോയ് ഫ്ലോട്ട്സ് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം. വാട്ട് ഡസ് ദ ബോയ് ഹോപ്സ് വെൻ ഹി ഫ്ലോട്ട്സ് ദ ബോട്ട്സ്? ബോട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് ബോയ് വിഷ് ചെയ്യുന്നത്? സംബഡി വിൽ സീ ദ ബോട്ട് ആൻഡ് ഫൈൻഡ് ഹിം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സെൻഡ് ദ ക്ലൗഡ്സ് ടു റേസ് വിത്ത് ദ ബോട്ട്സ്? ആരാണ്? പ്ലേമേറ്റ് അല്ലേ? ഈ ബോയുടെ പ്ലേമേറ്റ് ആണ് ക്ലൗഡ്സിനെ സെൻഡ് ചെയ്യുന്നത്. അടുത്തത് നോക്കാം. വാട്ട് ആർ ദി ചൈൽഡ്സ് ഡ്രീം അബൌട്ട് ദ പേപ്പർ ബോട്ട്സ്? പേപ്പർ ബോട്ട്സ് ആർ ഫ്ലോട്ടിംഗ് ഇൻ ദ സ്ട്രീം അല്ലെ? മിഡ് നൈറ്റിൽ ഇങ്ങനെ സ്ട്രീമിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദം. ഫെയറീസ് ഓഫ് സ്ലീപ്പ്, സ്ലീപ്പിലെ ഫെയറീസ് അതിലിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി ആണ്. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷ്യൂലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ. The boy says many things about the hopes, wishes, plans and dreams. Now make sentences about the boy's dreams and hopes by matching the items in the columns meaningfully. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ലിറ്റിൽ ബോട്ടിൽ ഷൂലി ഫ്ലവറുമായിട്ട് ഇങ്ങനെ നിറച്ചല്ലേ, അത് നിറച്ചിട്ട് ഞാനിങ്ങനെ വിടാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഹോപ്പ്, വിഷസ്, പ്ലാൻസ്, ഡ്രീംസ് ഒക്കെ ബോയ് ഈ ഒരു കുട്ടിക്കുണ്ട്. അപ്പൊ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് അല്ലെ? ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം. അടുത്തത്, ഐ ഹോപ്പ് ദാറ്റ് സംവൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ്. ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആം. ഐ റൈറ്റ് മൈ നെയിം ഓൺ ദി പേപ്പർ ബോട്ട്. ഓക്കെ, എല്ലാവരും ഇത് എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ആർ ദ മെയിൻ ഇവന്റ്സ് ഓഫ് ദിസ് പോയം? ഈ പോയത്തിലെ മെയിൻ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ബോയ് ഫ്ലോട്ട്സ് ഹിസ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. ദ ബോയ് ഫ്ലോട്ട്സ് ഹിസ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. ബോയ് പേപ്പർ ബോട്ട്സ് സ്ട്രീമിൽ ഇങ്ങനെ ഒഴുക്കുകയായിരുന്നു അല്ലെ? അടുത്തത്, ഹി റൈറ്റ്സ് ഹിസ് നെയിം ഓൺ ദം. അതിൽ അവന്റെ പേരും അതുപോലെ തന്നെ എന്താ എഴുതിയത്? വില്ലേജ്, അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. He hoped that someone will find him. ആരെങ്കിലും അവനെ കണ്ടെത്തും അല്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയും എന്ന് അവൻ വിശ്വസിച്ചു. He loads the paper boats with ഷൂലി flowers. അവന്റെ പേപ്പർ ബോട്ട് ഷൂലി ഫ്ലവർ കൊണ്ട് നിറച്ചു. He launched his paper boats. അവന് ആ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ലോഞ്ച് ചെയ്തു അല്ലെ? The boy sees the little clouds getting ready to sail. ആ കുട്ടി എന്താ കണ്ടത്? ലിറ്റിൽ ക്ലൗഡ്സ് ആ പേപ്പർ ബോട്ട്സിനൊപ്പം ഇങ്ങനെ സെയിൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ? പിന്നെ ഹി ബറീസ് ഹിസ് ഫേസ് ഇൻ ഹിസ് ആംസ് ഇൻ നൈറ്റ്. അവന്റെ മുഖം എന്ത് ചെയ്തു? കൈകൾ കൊണ്ട് മറച്ചു. എന്നിട്ട് ഹി സ്റ്റാർട്ടഡ് ഡ്രീമിങ്. ദി ഫെയറീസ് ഓഫ് സ്ലീപ്പ് സെയിൽസ് ഇൻ ദ ബോട്ട്സ്. സ്ലീപ്പിന്റെ ഫെയറീസ് ബോട്ടിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ഇവന്റ്സ് ഓഫ് ദിസ് പോയം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പേരുകളൊന്ന് വായിക്കാം കേട്ടോ. ഷാലി എം, അനന്തു, ഖദീജ മർവ, അനന്തലക്ഷ്മി. അപ്പൊ കുറെ കൂട്ടുകാർ നമ്മളോട് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ പേര് പറയാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ നിങ്ങളുടെ പേരുകൾ പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ ഞാൻ പേരുകൾ വായിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഹാവ് എ ഗുഡ് ഡേ.